ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ വേണ്ടി ഇരുന്നത് ഈ പേപ്പറിലിരിക്കുന്നുള്ളൂ. ये पेपर में जो लिख रखा है इसी बात से मैं आप लोगों को प्रचार करना था आज। അതിനാധാരമായിട്ടാണ് 30-ാം സങ്കീർത്തനം നമ്മൾ വായിച്ചത്. और उसी के आधार पर हमने भजन संगीता 30 को यहाँ पर सुबह पढ़ा। പക്ഷേ ദൈവാത്മാവ് മറ്റൊരു ദിശയിലേക്ക് നമ്മെ തിരിച്ചുവിട്ടു. നമ്മൾ അങ്ങനെ യാത്ര ചെയ്തു. मगर पवित्र आत्मा ने मुझे किसी और रास्ते पर मोड़ दिया, इसीलिए मैं वैसा ही जाना चाहता हूँ। ഇതിൽ നിന്ന് ഒരല്പം നിങ്ങളോട് പങ്കുവയ്ക്കാം. इसमें से एक छोटा सा भाग को मैं आप लोग के साथ बांटना चाहता हूँ। ഇന്നലെ രാത്രിയിലത്തെ ബൈബിൾ ക്ലാസ്സിൽ ഞാൻ പങ്കുവച്ച ഒരു ചെറിയ ആശയമാണ്. पिछले रात को मैंने आप वचन में से बांटा हुआ एक छोटा सा भाग मैं आप लोग के सामने रखता हूँ। അത് നമ്മുടെ ഞായറാഴ്ച പഠിച്ചു വരുന്ന സാങ്ക്ടിഫിക്കേഷൻ, വിശുദ്ധീകരണ വിഷയത്തോട് വളരെ അടുത്ത് നിൽക്കുന്നതുമാണ്. हम जो रविवार को पवित्रीकरण के विषय में सीख रहे हैं उसके बहुत करीब का एक सब्जेक्ट है। ഇന്നലെ രാത്രിയിലത്തെ ചിന്തകൾ കേട്ടവർ നിങ്ങളുടെ കൂട്ടത്തിലുണ്ട്. आप लोग के बीच वो लोग हैं जो कल रात के प्रचार को सुने हैं, എങ്കിലും ഞാനത് ആവർത്തിക്കുന്നു. मगर फिर वापस मैं उसे दोबारा रिपीट करूंगा। കഷ്ടത എന്ന വിഷയമായിരുന്നു ചിന്തിച്ചത്. कष्टों के बारे में हमने कल रात सीखा। അഫ്ലിക്ഷൻസ്, परेशानियां जो समस्याएं जीवन में आती हैं। പഴയ നിയമത്തിൽ എബ്രായ ഭാഷയിൽ ഏതാണ്ട് 11 പദങ്ങൾ ആ കഷ്ടത എന്നതിന് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. कष्ट के संबंध में इब्रानी भाषा में 11 शब्द लिखे गए हैं। ഇപ്പോൾ അതിലേക്ക് ഞാൻ പോകുന്നില്ല. उन शब्दों के बारे में मैं अभी वहां प्रवेश नहीं करना चाहता। അതിലേക്ക് പിന്നീട് നമുക്ക് വരാം. वहां पर मैं फिर वापस कभी लौटूंगा। 3-4 പദങ്ങൾ പുതിയ നിയമത്തിലുണ്ട്, ഗ്രീക്കിലുണ്ട്. और 3-4 शब्द यूनानी भाषा में नए नियम में भी लिखा है। എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട പദമായിട്ട് നാം കാണുന്നത് ത്ലിപ്സിസ് എന്ന ഒരു ഗ്രീക്ക് പദമാണ്. मगर सबसे खास जो है त्रिप्सिस करके एक ग्रीक में यूनानी भाषा में लिखा गया है। ത്ലിപ്സിസ്, THLIPSIS, ത്ലിപ്സിസ് എന്ന് പറഞ്ഞാൽ ശാരീരിക മാനസിക പീഡകൾ എന്നർത്ഥമാക്കാം. इसका मतलब यह है कि शारीरिक और मानसिक वेदना या पीड़ा जो होती है उसके बारे में है ये। ബീയിങ് അണ്ടർ എ പ്രഷറൈസേഷൻ, ഒരു ഭാരത്തിന്റെ അടിയിൽ അമർന്നു പോകുന്ന അവസ്ഥ എന്നാണ് അതിന്റെ അർത്ഥം. या फिर जीवन में कोई दबाव या फिर बोझ के नीचे दबा हुआ होने का अनुभव है। നമ്മൾ നിലത്ത് വീഴുന്നു, മുകളിൽ ഒരു ഭാരം, വലിയൊരു ഭാരം നമ്മുടെ മുകളിൽ, എഴുന്നേൽക്കാൻ കഴിയാത്തതുപോലെ, അനങ്ങാൻ കഴിയാത്തതുപോലെ. ഇതാണ് കഷ്ടത എന്നതിന്റെ അർത്ഥം. ये कष्ट का मतलब ये है कि जैसे हम मानो जमीन पे लेटे हुए हैं और हमारे ऊपर बहुत सा वजन रख दिया हो, हम हिल-डुल नहीं सकते हैं, उस अवस्था को कहते हैं कष्ट। ചപ്പാത്തി ഉണ്ടാക്കാൻ ഉരുട്ടിയെടുക്കുന്ന എന്താണ് പറയുന്നത്, ഗോല, ആട്ട, അതുപോലെ. ये जैसे रोटी बनाने के लिए आटे को हम जैसा कसते हैं वैसा एक उसका वैसा अनुभव। ചപ്പാത്തി പലകയുടെ മുകളിലേക്ക് വെച്ചിട്ട് മുകളിൽ ബലം പ്രയോഗിക്കുന്നു, അതിന്റെ ഷേപ്പ് പോലും മാറിപ്പോകുന്നു. जैसे आटे के गोंद को जो हम रखकर उसके ऊपर जोर लगाकर उसे पीसते हैं, रोटी बना देते हैं, उसका शेप भी बदल जाता है। ठीक वैसे ही हमारे जीवन में भी होता है। ഇതുപോലെ നാം വളരെയധികം സമ്മർദ്ദങ്ങൾ അനുഭവിച്ച് ഷേപ്പ് പോലും, ആകാരം പോലും മാറിപ്പോകുന്ന അവസ്ഥകളാണ് കഷ്ടത എന്ന് പറയുന്നത്. हमारे भी जीवन में कई प्रकार के दबाव के होते हुए हम अपना शेप भी खो जाते हैं, उसको जीवन के अनुभव को कष्ट कहते हैं। അതിന് പല കാരണങ്ങളുണ്ട്. और इसके लिए कई कारण होते हैं। പലതരം കഷ്ടങ്ങളുണ്ട്. कई प्रकार के कष्ट भी हमारे जीवन में होते हैं। പല ഉദ്ദേശങ്ങളുണ്ട്. और कई उद्देश्य से ये कष्ट हमारे जीवन में होते हैं। കഷ്ടതകളുടെ ഔട്ട്കം എന്ന് പറയുന്നതും വ്യത്യസ്തമാണ്. और कष्ट के से उत्पन्न होने वाला आउटकम जो है ये भी अलग अलग हो सकता है। സ്തോത്രം. എന്നാൽ അതെല്ലാം വിവരിക്കണമെങ്കിൽ
സീരീസ് ഓഫ് ക്ലാസ്സസ് നമുക്ക് വേണ്ടി വരും. अगर इन सबको आपके सामने प्रस्तुत करना हो तो बहुत बड़ा एक डिफरेंट डिफरेंट सेशंस कंडक्ट करना होगा. ഇന്നതെല്ലാം പറ്റത്തില്ല. आज सुबह इतना हो नहीं सकता है. ഞാൻ 3 കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് തയ്യാറായി വന്നത്. मैं 3 बातों को आप लोगों के सामने सम्मुख रखने के लिए मैं लिख कर ले आया. അതുമായി ബന്ധപ്പെട്ട ഒരു കൊട്ടേഷൻ ആണ് ഞാൻ നിങ്ങൾക്ക് രാവിലെ അയച്ചു തന്നത്. और उसके आधारित एक कोटेशन में आज सुबह आप लोगों को ग्रुप में भी डाला. ചിലരൊക്കെ കണ്ടിട്ടുണ്ടത്. कुछ लोगों ने उसे पढ़ा भी है. അവിടം വരത്തേക്ക് ഇന്നെത്താൻ പറ്റുമെന്ന് തോന്നുന്നില്ല. उस कोटेशन तक पहुंच पाऊंगा कि नहीं मैं समझता नहीं. ഇന്നലെ രാത്രിയിൽ ഈ വിഷയത്തെ സംബന്ധിച്ച് പറഞ്ഞത് കഷ്ടതയുടെ സ്രോതസ് ആര് അല്ലെങ്കിൽ എന്ത് എന്നുള്ളതായിരുന്നു. कष्टों का स्रोत क्या होता है या कौन होता है, इस विषय में कल रात को मैं बातें की. സ്തോത്രം. ഇന്നലെ രാത്രി സംബന്ധിച്ചവർക്ക് ഓർമ്മ കാണും. जो भी रात को मीटिंग अटेंड किया उन लोग जानते होंगे. സ്തോത്രം. കഷ്ടത നമുക്ക് എവിടെ നിന്നാണ് വരുന്നത്? कष्ट हमारे जीवन में कहां से प्राप्त करते हैं हम? അതായത് നേരിട്ടങ്ങ് ചോദിച്ചാൽ ദൈവത്തിൽ നിന്നാണോ അതോ സാത്താനിൽ നിന്നാണോ? परमेश्वर से है या शैतान से है? हम जो कष्ट को जो जीवन में होता है वो നമുക്ക് കഷ്ടം നൽകുന്നത് സാത്താനാണോ ദൈവമാണോ? हमें कष्ट देने वाला शैतान है या परमेश्वर है? क्यों जॉन? और तो शैतानी तो है, क्या पूछूंगा ना? दोनों हैं. अच्छा, ज्यादा कौन मारता है? जोहान? Affliction is from God or Satan? दोनों से नहीं. God knows, but the source is not about knowledge, but the question is about the origin. Who afflicts us? हमको कष्ट देने वाला परमेश्वर है या शैतान है? Satan. Satan. रोहन? परमेश्वर? इनके साथ नहीं दो क्या? സ്തോത്രം. സിസ്റ്റേഴ്സിനോട് ചോദിച്ചില്ലെന്ന് വേണ്ട. मैं आप लोगों से भी पूछा, ऐसा नहीं होना मांगता कि मैं नहीं पूछा. बंसी? Here is not about permission. He was speaking about knowledge. He was speaking about permission. It's not about permission, but the source, the origin. हमको हमारा कष्ट कहाँ से उत्पन्न होता है, परमेश्वर से या शैतान से? Pepper sister? സ്തോത്രം. സ്തോത്രം. പ്രധാനമായും നമ്മുടെ കഷ്ടതകൾ ദൈവത്തിൽ നിന്നാണ്. अधिकतर हमारे कष्ट जो है परमेश्वर से ही होते हैं. സ്തോത്രം. പക്ഷേ നമ്മൾ ആരോപിക്കുന്നത് പിശാചിന്റെ മേല. मगर कई बार हम लोग आरोप लगाते हैं शैतान के ऊपर. അതിന്റെ അർത്ഥം സാത്താൻ നമ്മെ പീഡിപ്പിക്കത്തില്ല എന്നല്ല. इसका मतलब ये भी नहीं है कि शैतान हमें कष्ट प्रदान नहीं करता. തീർച്ചയായിട്ടും സാത്താൻ കഷ്ടപ്പെടുത്താറുണ്ട് ജനങ്ങളെ. शैतान लोगों को कष्ट पहुंचाता है. അവൻ ഉപദ്രവിക്കാറുണ്ട്. वो कई लोगों को सताता है. എതിരാളികളെ ഉണ്ടാക്കാറുണ്ട്. विरोधियों को आपके सामने ला खड़ा करता है. നമുക്കെതിരായിട്ട് ആൾക്കാരെ എഴുന്നേൽപ്പിക്കും. हमारे खिलाफ कई लोगों को खड़ा करता है वो. ഇതെല്ലാം സാത്താൻ ചെയ്യും. ये सब काम शैतान करता है. നമുക്കെതിരെ ദൈവം മുമ്പാകെ ആരോപണങ്ങൾ ഉന്നയിക്കും. हमारा दोष जो है परमेश्वर के सामने भी ला खड़ा करता है वो. നമുക്കെതിരായിട്ട് മനുഷ്യരെ കൊണ്ട് പറഞ്ഞു വരത്തിക്കും. और हमारे खिलाफ लोगों को बातें करवाएगा वो.
ഇതെല്ലാം സാത്താൻ ചെയ്യും. ये सब कार्य जो शैतान करता है, പക്ഷേ मगर ഒരു രക്ഷിക്കപ്പെട്ട ദൈവ പൈതലിന്റെ ജീവിതത്തിൽ വരുന്ന കഷ്ടതകൾ അധികവും ദൈവത്തിൽ നിന്നാണെന്ന് നാം മനസ്സിലാക്കണം. मगर एक उद्धार पाए व्यक्ति के जीवन में होने वाले अधिकतर कष्ट जो हैं, ये परमेश्वर के द्वारा उसको प्रदान होता है. രക്ഷിക്കപ്പെടാത്തവരെയും ദൈവം കഷ്ടതയിലാക്കും. जो उद्धार को पाए नहीं है, उनके जीवन में भी कष्ट परमेश्वर प्रदान करता है. അപ്പോൾ നമ്മൾ ഇവിടെ ദൈവത്തെ കഷ്ടതയുടെ സ്രോതസ്സായി കണ്ടുകൊണ്ട് ചില കാര്യങ്ങൾ ചിന്തിപ്പാനാണ് ആഗ്രഹിക്കുന്നത്. परमेश्वर को कष्ट का स्रोत समझकर कुछ बातों को हम सीखते हैं आज. സ്തോത്രം. ദൈവം ഒന്ന് രക്ഷിക്കപ്പെടാത്തവർക്ക് കഷ്ടതകൾ നൽകും. परमेश्वर जो उद्धार को नहीं पाए हैं, उनके जीवन में भी कष्ट लाता है. രണ്ട്, രക്ഷിക്കപ്പെട്ടിട്ട് പാപത്തിൽ ജീവിക്കുന്നവരെയും കർത്താവ് കഷ്ടതയിലാക്കും. जो उद्धार पाने के पश्चात जो वापस पाप करते हैं, उनके जीवन में भी कष्ट को परमेश्वर लाते हैं. മൂന്ന്, പിന്മാറ്റക്കാരല്ലാത്ത വിശുദ്ധ ജീവിതം നയിക്കുന്നവരുടെ ജീവിതത്തിലും ദൈവം കഷ്ടതകൾ അയക്കും. जो पाप न करते हुए विश्वास जीवन में आगे बढ़ने वाले लोगों, उद्धार पाए लोगों के जीवन में भी कष्ट परमेश्वर पहुंचाता है. ഇത് മൂന്നും നാം മനസ്സിലാക്കണം. ये तीनों श्रेणियों को आप समझना है. ഇത് കൂടാതെ സാത്താനെയും ദൈവം കഷ്ടപ്പെടുത്തും. और इसके अलावा परमेश्वर शैतान को भी कष्ट पहुंचाता है. സാത്താൻ ഉണ്ടാകുന്ന ദൈവം കൊടുക്കാൻ പോകുന്ന ഏറ്റവും വലിയ കഷ്ടം വരുന്നതേ ഉള്ളൂ, നരകത്തിലായിരിക്കും അത്. शैतान को देने वाला सबसे बड़ा कष्ट जो है वो आने वाला है, वो आगे नरक में ही देगा उसे. അതുപോലെ പാപികളായി രക്ഷിക്കപ്പെട്ടിട്ടില്ലാത്തവരായി ജീവിക്കുന്നവർക്കുമുള്ള ഏറ്റവും വലിയ കഷ്ടം നരകത്തിലായിരിക്കും. और वैसे पापियों को जो उद्धार को नहीं पाए हैं, उनके लिए भी आने वाला सबसे बड़ा कष्ट जो है वो नरक में ही होगा. എന്നാൽ അവയെക്കുറിച്ചും നമ്മൾ ഇവിടെ ചിന്തിക്കുന്നില്ല. मगर उसके बारे में हम सोच विचार अब नहीं करेंगे. എന്നാൽ നമ്മുടെ ശാരീരിക ജീവിതത്തിൽ വെച്ച് ഉണ്ടാകുന്ന കഷ്ടതകളാണ് നമ്മുടെ പരാമർശം. मगर हमारे शारीरिक जीवन में होने वाले कष्टों के बारे में हम अब सोचने वाले हैं. നമുക്ക് പലതരത്തിലുള്ള കഷ്ടപ്പാടുകളുണ്ട്. जीवन में कई प्रकार की समस्याएं होती हैं. മനുഷ്യരെന്ന നിലയിൽ, ആദാമ്യവർഗത്തിൽപ്പെട്ടവർ എന്ന നിലയിൽ നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള പ്രയാസങ്ങളുണ്ട്, സ്വാഭാവികമായ കഷ്ടതകൾ. क्योंकि हम आदम के संतान हैं, स्वाभाविक तरीके से कई बार कई परेशानियां, समस्याएं, कष्ट हमारे जीवन में होती हैं. അത് വ്യക്തിപരമായി നമ്മുടെ പാപം നിമിത്തമല്ല. और ये हमारे व्यक्तिगत पाप के वजह से ये नहीं है. ഇപ്പൊ ഇവിടെ 4 ഫാൻ ഓടുന്നുണ്ട്. यहाँ पर 4 फैन चल रहे हैं. ജനലൊക്കെ തുറന്നു കിടക്കുന്നു. खिड़की भी खुले हैं. ഇവിടുന്ന് കാറ്റിന് പോകാനുള്ള സൗകര്യമുണ്ട്. और यहाँ से भी हवा बाहर जा सकता है. എന്നാലും ഞാൻ കാണുന്നുണ്ട് നമ്മുടെ ചില സഹോദരിമാർ അവർ വീശിക്കൊണ്ടിരിക്കുക. और फिर भी कई बहनें हैं जो अपने आप को हवा देते हुए बैठते हैं. എനിക്കും ഇവിടെ നിൽക്കുമ്പോൾ നിങ്ങളെക്കാൾ കൂടുതൽ ചൂട് ഞങ്ങൾക്ക് ഉണ്ടാകാറുണ്ട്. और आप लोगों से भी, आप लोग को होने वाला गर्मी से ज्यादा हम लोगों को यहाँ पर होता है. ഞങ്ങൾ ഇവിടെ ആയാസപ്പെടുന്നത് കൊണ്ട്, क्योंकि हम लोग इधर मेहनत कर रहे हैं इसलिए. അപ്പൊ ഈ ചൂട്, ഈ വിയർപ്പ്, ഈ അസ്വസ്ഥത നമ്മുടെ വ്യക്തിപരമായ പാപം കൊണ്ടല്ല, സ്വാഭാവികമാണ്. ये गर्मी लगना, ये पसीना आना, ये व्यक्तिगत जीवन में पाप के वजह से हमारे जीवन में नहीं होता है. അത് ആദാമ്യ പാപത്തിൽ നിന്നുണ്ടായതാണ്. क्यों? ये आदम ने पाप किया, उसके फलस्वरूप हम भी वो भुगतते हैं. അപ്പോൾ ആദാമ്യ പാപമാണ് ഇതിനൊക്കെ മൂലയാധാരം. इसका मूलभूत कारण जो है, आदम ने जो किया पाप है, वही उसी की वजह से कष्ट उठाते हैं. മറ്റൊരു നാച്ചുറൽ റീസൺ, സ്വാഭാവിക കാരണം എന്ന് പറയുന്നത് നമ്മുടെ എന്താണ് പറയുന്നത്, കളക്റ്റീവ്നെസ്, നമ്മുടെ സാമൂഹിക ജീവിതമാണ്. दूसरा कारण है हमारे कष्टों में आने का, ये हमारा सामूहिक रीजन हो सकता है. റൂഫസിന്റെ ക്ലാസ്സിലെ, അവരുടെ സ്കൂളിലെ ചില കുട്ടികൾ സ്കൂൾ വിട്ട് കഴിഞ്ഞ് വെളിയിലൊക്കെ നിന്ന് വല്ല സമയത്തും ആ വീട്ടിലെത്തുന്നത്. रूफस के क्लास के कई बच्चे जो हैं, स्कूल छूटने के बाद भी इधर उधर घूमते फिरते रहते हैं, उसके बाद में जाकर वो घर चले जाते हैं. അതുകൊണ്ട് ഇപ്പം ആരെങ്കിലും വിളിക്കാൻ വരുന്നെങ്കിൽ അവർ ചെന്ന് കഴിഞ്ഞിട്ട്
ബൗണ്ടറിക്ക് ഗേറ്റിന് വെളിയിൽ വിടത്തുള്ളൂ. अगर अभी ऐसा कानून बनाया उन्होंने कि जो भी उन्हें ले जाने के लिए आने वाले हैं वो आ जाने के बाद ही स्कूल के गेट पार कर कर वो जा सकते हैं. വീട്ടിൽ എത്തിക്കഴിഞ്ഞിട്ട് പേരൻസിന്റെ മൊബൈലിൽ നിന്ന് ഗ്രൂപ്പിൽ കുട്ടി ഇങ്ങ് എത്തി എന്ന് മെസ്സേജ് അയക്കണം. और घर पहुंचने के बाद पेरेंट्स को मोबाइल से ग्रुप में एक मैसेज डालना होगा कि मेरा बेटा या बच्ची घर पहुंच गई. കാരണം इसका कारण क्या है? ചില കുട്ടികൾ ചെയ്ത തെറ്റ്, क्योंकि कुछ बच्चों ने किया हुआ गलती की वजह से सभी लोग भुगत रहे हैं. അതുപോലെ നാം സമൂഹത്തിൽ ജീവിക്കുന്നത് കൊണ്ട് ആ ഒരു സാമൂഹികമായ കാരണം കൊണ്ടും കഷ്ടതകൾ ഉണ്ടാകും. क्योंकि हम समाज में रहते हैं उसी के वजह से भी कई कष्ट हमारे जीवन में होता है. നമ്മള് ചോറോ കറിയോ ഒക്കെ വെന്തോന്ന് ഇട്ട അരി എല്ലാം എടുത്ത് ഞെക്കി നോക്കൂ. अगर हमने हमारा राइस जो है पक गया है ये देखने के लिए सारा राइस को निकाल कर हम देखते हैं कि दबाकर देखते हैं पक गया है कि नहीं. ഇത് നമ്മുടെ കഷ്ടതകൾക്കുള്ള ഒരു സാമൂഹിക കാരണമാണ്. हम जो समाज में रहते हैं उसके वजह से कई बार कष्टों को झेलना पड़ता है हमें. ഇതുപോലെയുള്ള ധാരാളം പൊതുവായ കാരണങ്ങൾ കഷ്ടതകൾക്കുണ്ട്. और इसके समान कई और विषय रीजंस हैं जिसकी वजह से हमारे जीवन में कष्ट होते हैं. എന്നാൽ വ്യക്തിപരമായ എന്തെങ്കിലും പ്രത്യേക പാപം കൊണ്ടല്ലാതെ പോലും നമ്മുടെ ജീവിതത്തിൽ കഷ്ടതകൾ ഉണ്ടാകാം. मगर हमारे व्यक्तिगत पापों के अनुभव करने की वजह से न होने वाले कई पाप हमारे जीवन में कष्ट हमारे जीवन में होते हैं. സ്തോത്രം. അത് ദൈവത്തിൽ നിന്നുമാണ് ഉണ്ടാകുന്നത്. वो सारे कष्ट जो है समस्याएं हैं परमेश्वर की ओर से हमें होता है. അത് കഴിഞ്ഞ 2 ദിവസങ്ങളിലെ ബൈബിൾ ക്ലാസ്സിൽ ഞങ്ങൾ ചിന്തിച്ചു വരുന്ന ഒരു കാര്യമായിരുന്നു. पिछले 2 दिन से बाइबल क्लास में हम उसके बारे में सोच विचार कर रहे हैं. ഇന്നലെ രാത്രിക്ക് ശേഷം വീണ്ടും അത് എൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെ ധാരാളമായി പൊന്തി വന്നതുകൊണ്ടാണ് നിങ്ങളുമായി അത് പങ്കുവയ്ക്കുവാൻ ഞാൻ തീരുമാനിച്ചു. और कल रात के बाद भी मेरे दिल में ये बात कई बार उठने लगा है तो इसकी वजह से मैं आप लोगों के साथ में ये बांट रहा हूँ. അതിന് ഞാൻ 2 പേരുടെ ആർട്ടിക്കിൾസിനെ ആശ്രയിക്കുന്നുണ്ട്. मैं इस विषय में 2 व्यक्तियों को जो आर्टिकल्स लिखे हैं उसके भरोसे जाना चाहता हूँ. ജോൺ മുറെ രാവിലെ ഞാൻ അയച്ച ആ ഭക്തനായ മനുഷ്യനും അതുപോലെ തന്നെ അദ്ദേഹത്തെ അവലംബിച്ചുകൊണ്ട് എഴുതിയ ബെൻ കാൾസൺ എന്ന് പറയുന്ന ആളിന്റെ 2 ആർട്ടിക്കിൾ. बेन कार्लसन और जॉन मुरे इन्होंने लिखा हुआ 2 आर्टिकल्स के आधार पर मैं कुछ बातें को बताना चाहता हूँ. എന്റെ ചിന്തകളെ കുറച്ചും കൂടെ ഒന്ന് സിസ്റ്റമാറ്റിക് ആക്കി ഇവർ തന്നിട്ടുണ്ട്. मेरे सोच विचार को जो है क्रमागत कर दिया है ये दोनों विचारों का लेख में. അതുകൊണ്ട് അതിൽ ചില കാര്യങ്ങൾ കൂടെ എടുത്തു പറഞ്ഞ് ഇന്നത്തെ നമ്മുടെ ചിന്തകൾ നിർത്താം. और इसमें से कुछ भागों को आप लोगों के साथ बांटकर मैं समाप्त करना चाहता हूँ. 4 മിനിറ്റേ ഉള്ളൂ, നമുക്ക് പെട്ടെന്ന് നിർത്താം. 4 मिनट है अभी. അതില് ഒന്നാമത്തെ കാരണം, ഒന്നാമത്തെ സംഗതി എന്ന് പറയുന്നത് उसमें से पहला कारण इस प्रकार है. God allows or God sends afflictions in our lives to expose our sins and therefore drive us to Christ for forgiveness, grace, etc. to obey him. हमारे जीवन में कई बार कष्ट होते हैं ताकि हम किए हुए पापों का अनुभूति हमें दिलाने के लिए परमेश्वर करता है और ताकि हम परमेश्वर की कृपा पर आश्रय रखकर हम छुटकारा के लिए परमेश्वर के निकट जाएं. സ്തോത്രം. അപ്പോൾ കഷ്ടതകളെ ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് അയക്കുന്നു. कष्ट परमेश्वर हमारे जीवन में देते हैं. സാത്താനല്ല, ദൈവം തന്നെ നമുക്ക് കഷ്ടതകൾ നൽകുന്നു. शैतान नहीं बल्कि परमेश्वर खुद हमें कष्ट पहुंचाता है हमारे जीवन में. ചിലപ്പോൾ സാത്താനെ ഉപയോഗിച്ചെന്ന് വരുന്നേക്കാം. कभी-कभी शैतान का इस्तेमाल कर परमेश्वर हमारे जीवन में कष्ट देता है. ദൈവം സാത്താനെ ഉപയോഗിക്കും. परमेश्वर शैतान का इस्तेमाल करेगा हमें पहुंचाने की कष्ट पहुंचाने के लिए. സ്തോത്രം. പക്ഷേ നമ്മെ കഷ്ടപ്പെടുത്തുന്നത് സാത്താനായിരിക്കില്ല ആ സന്ദർഭങ്ങളിൽ. मगर उन अवस्थाओं में परमेश्वर ही हमें पहुंचाता है कष्ट, शैतान नहीं है. അതിന്റെ ഒന്നാമത്തെ കാരണം അല്ലെങ്കിൽ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? ടു എക്സ്പോസ് അവർ സിൻസ് അൺടു ourselves. നമ്മുടെ പാപങ്ങളെ
നമുക്ക് വെളിപ്പെടുത്തി തരുവാനാണ്. वो करता है कि कष्ट पहुंचाता है परमेश्वर इसीलिए कि हमारे जीवन के पापों को हम हमारे सामने खोलकर हम उसका भेद हमें दे प्रदान करें. ഇപ്പൊ നമ്മൾ വായിച്ച സങ്കീർത്തനത്തിലെ 6-ാം വാക്യം ഓർമ്മയുണ്ടല്ലോ? हमने पढ़ा हुआ भजन संगीता का 6वां वचन आप याद करते होंगे. സ്തോത്രം. എന്താ ഭക്തൻ പറഞ്ഞത്? भक्त ने क्या कहा था? ജീവിതത്തിന്റെ എല്ലാം നന്നായിരിക്കുന്ന സമയത്ത് നമ്മുടെ ജീവിതത്തിന്റെ ഉള്ളിലേക്ക് ഇറങ്ങി നമ്മിലെ പാപങ്ങളെ കുറിച്ച് പരിശോധിക്കുന്ന സ്വഭാവം നമുക്കുണ്ടോ? हम जब चैन के जीवन बिताते हैं तब अपने आप में झांक करके अपने पापों के बारे में कभी सोच विचार किया है क्या हमने? മനസ്സിലായോ? നമ്മൾ എപ്പോഴാണ് നമ്മളെ തന്നെ ശോധന ചെയ്യുന്നത്? സഫലതകളിലാണോ അസഫലതകളിലാണോ? हम अपने आप को ज्यादातर कभी परखते हैं? हम जब कष्टों के बीच में रहते हैं या फिर चैन की जिंदगी बिताते हैं तब? प्लीज एपड़ा जोर से बोलो ना, डरती क्यों? कंजूसी मत करो. നമ്മൾ നമ്മളെ തന്നെ പരിശോധിക്കാറുള്ളത് സാധാരണ കഷ്ടതകളിലാണ്. हम अपने आप को ज्यादातर परखते हैं जब हम कष्टों से गुजरते हैं तब. എല്ലാം നന്നായിരിക്കുമ്പോൾ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു പോലും നമ്മൾ നോക്കാറില്ല. जब हम एक चैन की जीवन बिताते हैं तभी उसकी ओर हम ध्यान भी नहीं देते. അലക്സ് ബ്രദറിന് കിട്ടാത്ത ഒരു നന്മ എനിക്ക് കിട്ടുമ്പോൾ പൊതുവെ ഞാൻ പറയും, ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചായിരുന്നു ബ്രദറെ കേട്ടോ. अगर एलेक्स ब्रदर से भी अच्छा भलाइयों को मैंने पाया तो मैं सोचूंगा कि एलेक्स से तो कितना पवित्रता वाला जीवन मैं बिताता हूं कर कर. ഞാൻ അലക്സ് ബ്രദറിനോട് പറയും, ഞാൻ ഒത്തിരി ഉപവസിച്ച് പ്രാർത്ഥിച്ച് നേടിയതായത്. तो मैं एलेक्स ब्रदर से कहूंगा, एलेक्स ब्रदर ये मैं सब कुछ पाया क्योंकि मैं बहुत उपवास और प्रार्थना करता हूं. എന്താ അതിന്റെ അർത്ഥം? इसका मतलब क्या है? ബ്രദറിനേക്കാൾ കൂടുതൽ ഞാൻ ഭക്തനാണ്. मगर ये दिखाने के लिए एलेक्स ब्रदर मैं आपसे भी ज्यादा भक्ति का पालन करता हूं. സാധാരണ ഇത് നമ്മുടെ ഇടയിൽ നടക്കുന്ന കാര്യമാണ്. ये साधारणतः हमारा स्वभाव में हो जाता है. എന്നാൽ ജീവിതത്തിലേക്ക് കഷ്ടതകളെ അയക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ മറഞ്ഞു കിടക്കുന്ന പാപങ്ങളെ അത് വെളിച്ചത്താക്കും. जब हम कष्टों से गुजरते हैं तभी जो है हमारे जीवन के गुप्त पापों को वो प्रकाशित में करता है या प्रकट कराता है. So the afflictions often expose our hidden sins and failures. നമ്മുടെ മറഞ്ഞു കിടക്കുന്ന പാപങ്ങളെയും പരാജയങ്ങളെയും വെളിച്ചത്താക്കും കഷ്ടതകൾ. हमारे कष्ट जो हैं हमारे जीवन में पापों को जो अंदर गुप्त है उसको प्रकट कराता है और हमारे अंधकार को भी, हमारे हार को भी हमारे सामने प्रस्तुत कराता है. Further, that will help us to run onto the cross for help. ये हमें प्रोत्साहित करेगा कि हम परमेश्वर की ओर जाएं ताकि हम छुटकारा पा सकें. स्तोत्रम. That will help us to run onto the cross for forgiveness. हम सूली की ओर भाग पड़ते हैं ताकि हम पाप से छुटकारा पा सकें. സ്തോത്രം. മനസ്സിലാവുന്നുണ്ടോ? आप लोग समझ रहे हैं? സ്തോത്രം. വ്യക്തിപരമായ ജീവിതത്തിലെ മറഞ്ഞു കിടക്കുന്ന പാപങ്ങളെ വെളിച്ചത്താക്കി കുരിശിങ്കിലേക്ക് നമ്മെ അടുപ്പിക്കുവാനാണ് ദൈവം പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ കഷ്ടതകളെ അനുവദിക്കുന്നത്. हमारे व्यक्तिगत जीवन में जो छुपे हुए पाप को प्रकट कराने के लिए परमेश्वर कष्ट देते हैं, जिसके फलस्वरूप हम दौड़ करके हम उजियाले में आने के लिए, पाप से मुक्ति पाने के लिए परमेश्वर के पास जा पहुंचते हैं. ചുരുക്കം ചില വ്യക്തികൾ മാത്രമേ പക്ഷേ ഈ ലക്ഷ്യം നേടാറുള്ളൂ. मगर कष्ट होने पर कुछ ही लोग हैं जो परमेश्वर के पास आ पहुंचते हैं. ചിലരാണെങ്കിൽ ആ സമയവും കർത്താവിൽ നിന്ന് ഓടിപ്പോകും. और अधिकतर लोग ऐसा पाए जाते हैं कि कष्टों के बीच में भी वो परमेश्वर से दूर हो लेते हैं. ഇത്രയും ഞാൻ ഭക്തിയോടൊക്കെ ജീവിച്ചിട്ടും ഇപ്പം കഷ്ടം തരികയാണോ? എന്നാൽ ഇനി ഈ ദൈവത്തെ എനിക്ക് വേണ്ട. परमेश्वर के साथ इतना भक्ति और भय में जीवन बिताने के बाद भी मेरे जीवन में कष्ट होते हैं तो मुझे ये परमेश्वर मुझे नहीं चाहिए, मैं परमेश्वर से दूर होता हूं. പക്ഷേ യഥാർത്ഥ ഭക്തന്മാരാണെങ്കിൽ, मगर सच्चाई में कोई भक्त हो तो അവരുടെ ഭക്തിയുടെ മൂർധന്യതയിലും കഷ്ടതകൾ വരുമ്പോൾ ചിന്തിക്കും,
എന്തുകൊണ്ടാണ് ഇതെനിക്ക് സംഭവിച്ചത്? मगर भक्ति के लीन होकर भी रहते समय कष्ट आने पर वो सोचेगा कि परमेश्वर ने ये कष्ट मेरे जीवन में किस लिए दिए हैं। അതുകൊണ്ട് മലയാളത്തിലെ ആ പാട്ട് എനിക്ക് അത്ര യോജ്യമായിട്ട് തോന്നുന്നില്ല. इसीलिए एक मलयालम गीत जो हम गाते हैं मुझे लगता नहीं ये उचित है। वो എന്താ അതിന്റെ അർത്ഥം? അതിന്റെ പാട്ടെന്താ? എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, നിന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. കഷ്ടതകൾ ജീവിതത്തിൽ വരുമ്പോൾ എന്തുകൊണ്ട് എന്ന് ചോദിക്കില്ല എന്നത് എനിക്കതിനോട് യോജിപ്പില്ല. കഷ്ടതകൾ വരുമ്പോൾ എന്തുകൊണ്ടാ കർത്താവേ ഈ കഷ്ടത വന്നത് എന്ന് ദൈവത്തോട് ചോദിക്കരുത് എന്നത് തെറ്റാണ്. ये गाना हमें सिखाता है कि जीवन में कष्ट होने पर हम परमेश्वर के निकट न जाकर परमेश्वर पूछेंगे नहीं ये कष्ट मेरे जीवन में क्यों हुए हैं कर। പക്ഷേ എന്റെ പഠനത്തിൽ തിരുവെഴുത്ത് പഠിപ്പിക്കുന്നത് അങ്ങനെ കഷ്ടതകൾ വരുമ്പോൾ കർത്താവിനോട് ചോദിക്കണം, കർത്താവേ എന്താണ് ഇതിന് കാരണം? मगर इसके विपरीत जो है हमारे जीवन में कष्ट होने पर हम परमेश्वर के पास जाकर ये पूछना चाहिए किस विषय से ये कष्ट मेरे जीवन में आ गए हैं। സ്തോത്രം. അങ്ങനെയാകുമ്പോൾ നമുക്ക് നമ്മൾ പഠിക്കുന്ന ഈ വിഷയങ്ങൾ കർത്താവ് വെളിപ്പെടുത്തി തരും. और तब जाकर परमेश्वर हमें प्रकाशित करेगा इस विषय जो हम सीख रहे हैं। എത്ര വലിയ വിശുദ്ധനും ദൈവത്തിന്റെ തിരുമുമ്പാകെ, ദൈവത്തിന്റെ വിശുദ്ധിയുടെ മുമ്പാകെ വിശുദ്ധനല്ലല്ലോ. कोई भी व्यक्ति दुनिया में कितना भी पवित्र हो जाए परमेश्वर के सामने खड़ा रहने के लिए कोई भी उतना पवित्र नहीं है। അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നാം അറിയാത്ത പല പാപങ്ങളും കിടപ്പുണ്ട്. इसीलिए हम जो अनजाने में करने वाले कई पाप हैं जो हमारे स्वयं के जीवन में पाए जाते हैं, നമുക്ക് പോലും അറിഞ്ഞുകൂടാ. हम खुद भी वो जानते नहीं है कि वो पाप है कर। സ്തോത്രം. അങ്ങനത്തെ ഒരു പാപം എന്നിൽ ഉണ്ടെന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കത്തില്ല. कई बार उस प्रकार का पाप मेरे अंदर है इस बारे में हम सोच विचार भी नहीं रखते। ഞാൻ ഇല്ലാതിരുന്ന ആഴ്ച അലക്സ് ബ്രദർ ഒരു കാര്യം പറഞ്ഞതായിട്ട് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. मैं जब नहीं था एलेक्स ब्रदर ने एक बात आप लोगों से कहा। എപ്പോഴാ ഏറ്റവും കൂടുതൽ ദേഷ്യം വരുന്നത്? आप लोगों को गुस्सा सबसे ज्यादा कभी आता है? നിങ്ങളുടെ കാര്യം അല്ലെങ്കിൽ അലക്സ് ബ്രദറിന്റെ കാര്യമാണ്? आप लोग का विषय नहीं होगा, शायद एलेक्स ब्रदर का विषय होगा ये। ഓർമ്മയുണ്ടോ? क्या आप लोग को याद है? വണ്ടി ഓടിക്കുമ്പോൾ, ഡ്രൈവ് ചെയ്യുമ്പോൾ, गाड़ी चलाते वक्त വണ്ടി ഓടിക്കുന്നവർക്ക് അതിന്റെ കാര്യം അറിയത്തുള്ളൂ. जो गाड़ी चलाते हैं वही उसका कष्ट जानते हैं। പ്രത്യേകിച്ച് അത്യാവശ്യത്തിനെവിടെയും പോകുമ്പോൾ, और जल्द से जल्द कहीं जाना चाहता है उस समय ही होता ही है। അന്നേരം നമ്മുടെ അകത്തുണ്ടാകുന്ന ഒരു വികാരം, और उस समय हमारे अंदर होने वाले इमोशंस के बारे में ഞങ്ങളൊക്കെ അനുഭവിക്കുന്ന കാര്യ. हम सब अनुभव करने वाली बात है। അത്യാവശ്യം അല്ലാതെ പോകുമ്പോൾ റോഡ് കാലിയ. जब अगर साधारणतः निकलते हैं जब समय है तभी रोड खाली है। പക്ഷെ അത്യാവശ്യത്തിന് സമയമില്ല, ലേറ്റായിട്ട് ഇറങ്ങാൻ പറ്റിയത്, നേരത്തെ എത്തുകയും വേണം, ഒരു ശകലം പോകത്തില്ല വണ്ടി അങ്ങോട്ട്. और बहुत जल्द कहीं पहुंचना है, बहुत जल्द अर्जेंट मीटिंग है, तभी निकलता हूं तो रास्ते से गाड़ी हटता ही नहीं है। കൂടാതെ വേറെ ചിലർ പുറകീന്ന് വന്ന് നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്ന് അടവെക്കും. और कुछ लोग जो हैं पीछे से आकर के हमारे आगे ठीक खड़ा हो जाएंगे। ദൈവം എന്തിനാ അനുവദിക്കുന്നത്? परमेश्वर क्यों ऐसा अनुभव हमारे जीवन में लाता है? അത് ഉണ്ടായപ്പോഴാണ് നമ്മൾ എന്തുമാത്രം ഫ്രസ്ട്രേറ്റഡ് ആകുന്നവരാണെന്ന് നമ്മെ എടുത്തു കാണിക്കുന്നത്. हम जीवन में कितने उस अनुभव में परेशान होते हैं, क्रोधित होते हैं, इस बात को आपको समझ में दिलाता है परमेश्वर। ചിലപ്പോൾ ഞങ്ങളൊക്കെ ഒറ്റയ്ക്കിരുന്ന് വണ്ടി ഓടിക്കുകയാണേലും തന്നെ എന്തെങ്കിലുമൊക്കെ അങ്ങ് പറയും. कई बार अकेला गाड़ी चला रहे हैं फिर भी अकेले में कुछ तो कह डालते हैं। ചിലരാണെങ്കിൽ ഓടിക്കുന്ന വേറൊരാളാ, പക്ഷെങ്കില് കൂടെ ഇരിക്കുക. कई बार कोई और गाड़ी चला रहा है, गाड़ी चलाने वाले के बाद बगल में बैठा है,
പക്ഷെ ഈ കൂടെ ഇരിക്കുന്നയാള് പല്ല് കഴിച്ച് എന്തൊക്കെയാ പറയുന്നറിയാവോ? मगर गाड़ी चलाना नहीं, उसके बगल में बैठने वाला क्या क्या गुस्से में कह डालता है। ഈ ഒരു കൊച്ചനുഭവ, സാധാരണ അനുഭവം ഞാൻ ഈ പറഞ്ഞത്. ये एक साधारण सबके जीवन में होने वाला अनुभव है। പക്ഷേ അങ്ങനത്തെ ഒരവസ്ഥയിൽ നാം എത്തുമ്പോഴേ ഇങ്ങനത്തെ ഒരു സ്വഭാവവും നമ്മുടെ അകത്തുണ്ടെന്ന് വെളിപ്പെടുത്തുള്ളൂ. इस प्रकार की कष्ट या कठिनाइयां हमारे जीवन में हो, तभी हमको समझ में आता है कि इस प्रकार का स्वभाव भी हमारे अंदर पाया जाता है करके। ഈ കഴിഞ്ഞ ചില ദിവസങ്ങളായിട്ട് ഞാൻ ചിന്തിക്കാറുള്ള ഒരു വിഷയമാണത്. और इन दिनों में कई बार इस विषयों के बारे में मैं सोच विचार करता हूँ। നമ്മള് വളരെ പെട്ടെന്ന് പാനിക് ആവും. कई बार हम बहुत ज्यादा व्याकुल हो जाते हैं। ശരിയാണോ? സ്തോത്രം. ഇന്നലെ സൂസനെ വിളിക്കാൻ പോകുന്നതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഞങ്ങൾ ഇങ്ങനെ ഒരുക്കൊണ്ടിരിക്കുമ്പം റൂഫസ് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. मैं सूजन को ले जाने के लिए जाने की तैयारी कर रहा था। तभी रूफस ने कुछ कार्य किया। സംസാരിച്ചുകൊണ്ടേയിരിക്കുക റൂഫസ്. वो बातें करते रहता था। കുറച്ച് കഴിഞ്ഞപ്പോൾ റൂഫസ് ചോദിച്ചു, പപ്പ വേറെ എന്തെങ്കിലും ചിന്തിക്കുകയാണോ? और तभी रूफस मुझसे पूछता है, पापा आप उस समय कुछ सोच रहे हैं क्या अलग? ഞാൻ പറഞ്ഞു, നീ ഇപ്പം മിണ്ടാതിരിക്കുക അവിടെ. तो मैंने उससे कहा कि तू अब जरा चुप बैठो। हाँ, നിനക്കതിന്റെ സീരിയസ്നെസ് അറിയത്തില്ല. എനിക്ക് ഇന്നിന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം, ഇന്നിന്നിടത്ത് ഇന്നിന്ന സമയത്തൊക്കെ എത്തണം. ഞാൻ അതിനുള്ള ഒരുക്കത്തിലാ. मैं फलाना फलाना कार्य को करना है, मैं उसके बारे में सोच विचार कर रहा हूँ। तू मुझसे बातें मत कर, ऐसा चुप बैठने के लिए कहा। പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുത്ത് പ്ലാറ്റ്ഫോമിൽ എത്തിക്കഴിഞ്ഞ് വണ്ടി വന്നില്ല എന്നറിഞ്ഞപ്പോഴാണ് റിലാക്സ് ആയത്. जब प्लेटफॉर्म टिकट लेकर के प्लेटफॉर्म पहुंच गया और गाड़ी आने में देरी है बोला, तो तेरे मन में थोड़ा तसल्ली हुआ। ഒരു കൊച്ചു കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത്. एक छोटी सी बात के बारे में कहा। എന്തിന് ദൈവം അങ്ങനത്തെ ഒരു അവസ്ഥയിൽ കൂടെയും നമ്മെ കടത്തിവിടുന്നു? किसके लिए परमेश्वर हमको उस प्रकार के अनुभव से गुजारता है? നമ്മുടെ അകത്ത് ഉള്ള ദേഷ്യം, കോപ സ്വഭാവം, നമ്മുടെ അകത്തുള്ള പെട്ടെന്ന് സമ്മർദ്ദത്തിലാകുന്ന, ആകുലപ്പെടുന്ന ഒക്കെ സ്വഭാവങ്ങളെ ഒന്ന് തുറന്നു കാണിക്കാനാ. उस प्रकार के अनुभव से इसलिए गुजारते हैं ताकि आपके भीतर में जो स्वभाव है, जो परमेश्वर सुधारना चाहता है, उन सब स्वभावों के बारे में आपके सामने प्रकाशित करता है, प्रकट कराता है वो। സ്തോത്രം. അതിൽ നിന്നൊക്കെ മോചനം വേണമെന്ന് നമ്മൾ ആഗ്രഹിക്കാറുണ്ടോ? उन प्रकार के स्वभाव से निजात पाना चाहते हैं कि कभी आप ഉണ്ടോ? कभी करते हैं? സ്തോത്രം. ഇതിന്റെയൊക്കെ നടുവിലായാലും അങ്ങനെ ചിന്തയൊന്നും ഇല്ലല്ലോ. इसके बीच में हो तो भी उसके बारे में कोई सोच विचार भी नहीं करते हैं। ഇപ്പൊ സാക്ഷ്യം പറഞ്ഞപ്പോ സൂസൻ പറഞ്ഞു, കൊച്ചു വിഷയം, നിസാര വിഷയങ്ങളായാലും ഞാൻ പെട്ടെന്ന് അങ്ങ് വ്യാകുലപ്പെടും. അല്ലെങ്കിൽ തന്നെ പറയുന്നത് ഒരു പദം പറഞ്ഞായിരുന്നല്ലോ, വിഷമിക്കും. सुजन ने गवाही देते समय इस प्रकार कहा कि छोटा सा विषय होगा मगर उनको व्याकुल कर देता है वो। എന്തിനാ ദൈവം അത് അനുവദിക്കുന്നത്? ऐसे छोटे छोटे अनुभव किस लिए परमेश्वर प्रदान करता है? അങ്ങനെ ഒരു സ്വഭാവം നമ്മിൽ ഉണ്ടെന്നും അത് പാടില്ലാത്തതാണെന്നും അതിൽ നിന്നുള്ള മോചനത്തിനായി കുരിശിങ്കലേക്ക് നമ്മൾ ഓടി വരണമെന്നും നമ്മെ പഠിപ്പിക്കാനാണ്. क्योंकि उस प्रकार का एक गंदा स्वभाव आपके अंदर है, उसको त्यागना है। उसे त्यागने के लिए आपको परमेश्वर के पास आना होगा। ये बात को याद दिलाने के लिए परमेश्वर उन प्रकार के अनुभव को से गुजारता है आपको। പലയാവർത്തി ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു വാക്യം, कई बार दोहराया हुआ एक वचन है, आप लोग के सामने रखता हूं। ഇസ്രായേലിനെ ദൈവം എന്തുകൊണ്ട് പരീക്ഷിച്ചു? इजरायलियों को परमेश्वर ने क्यों उनकी परीक्षा ली? ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? रूफस, बच्चों में से किसी को? यंगस्टर्स? एनीबॉडी? ആവർത്തനം 8:3 നമ്മൾ വായിച്ചത്. ഡ്യൂട്ടറോണമി 8:2.
സ്തോത്രം. ആവർത്തനം 8:2 നമ്മളിത് വായിച്ചത്. ദൈവം എന്തിനാ നിന്നെ പരീക്ഷിച്ചത്? परमेश्वर इजरायलियों का परीक्षा किस लिए लिया? ടു ഹംബിൾ യു, നിന്നെ താഴ്ത്തുവാൻ. ताकि आपको आप वो नम्र बना दे, ടു പ്രൂവ് യു, നിന്നെ ശുദ്ധീകരിപ്പാൻ. आप लोगों को जांच कर आपको ठीक कराने के लिए, ടു നോ വാട്ട് ഈസ് ഇൻ യുവർ ഹാർട്ട്. और फिर ये परखने के लिए कि आपके अंदर में, हृदय में आपका क्या है. ആർക്ക് അറിയാൻ? वो ये बातें कौन जानना चाहता है? നിങ്ങളുടെ ഹൃദയത്തിൽ ഇരിക്കുന്നത് എന്തെന്ന് അറിയുവാനും ഞാൻ നിങ്ങളെ പരീക്ഷിച്ചു. आप लोग के हृदय के अंदर किस प्रकार के स्वभाव है, ये आप लोग को बताने के लिए मैं आप लोगों की परीक्षा लिया. അപ്പോ ആരെ അറിയിക്കാനാ? किसको समझाने के लिए है ये? നമ്മളെ തന്നെ. अपने आप को. ദൈവത്തിനത് അറിയാൻ വേണ്ടി ഇതിന്റെ ഒന്നും ആവശ്യമില്ല. परमेश्वर को ये सब बातें जानने के लिए कोई परीक्षा लेने की आवश्यकता नहीं है. ദൈവത്തിന് അറിയാം. परमेश्वर जानते हैं, പക്ഷെ നമുക്കാണ് അറിയാൻ വയ്യാത്തത്. मगर हम इस विषय में नहीं जानते हैं. നമ്മൾ എങ്ങനെയുള്ളവരാണെന്ന്. हम नहीं जानते कि हम किस प्रकार के लोग हैं. ഓരോ പ്രത്യേക സന്ദർഭങ്ങളിലും നാം എങ്ങനെ ഇടപെടുമെന്ന് നമുക്കറിഞ്ഞുകൂടാ. हम ये जानते नहीं, अनजान है कि हम अलग अलग अवस्थाओं में किस प्रकार अपना व्यवहार दिखाएंगे. നമ്മുടെ അകത്ത് എന്താ ഇരിക്കുന്നതെന്ന് നമുക്കറിഞ്ഞുകൂടാ. हम जानते नहीं है कि हमारे भीतर में क्या क्या बसा हुआ है. അറിഞ്ഞാലും സമ്മതിക്കത്തില്ല. अगर जाने तो भी दूसरों के सामने कबूल करना नहीं पसंद करते हैं. നമ്മൾ അതിന് വേറെ എന്തെങ്കിലുമൊക്കെ ഒഴികഴിവുണ്ടാക്കും. मगर हम किसी भी प्रकार के एक्सक्यूजेस देकर बच निकलेंगे. ശരിയല്ലേ? सच्ची है ना ये? അങ്ങനെ വരുമ്പോഴാണ് ടു എക്സ്പോസസ് ദൈവം കഷ്ടതകളിലൂടെ കടത്തിവിടും. और उस समय में आपको खोल कर दिखाने के लिए परमेश्वर आपको कष्ट से गुजारेगा. സ്തോത്രം. ഇന്ന് പകലിൽ നമുക്ക് നമ്മുടെ ജീവിതത്തെ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. हम अपने जीवन को परमेश्वर के हाथों में सौंप दें. അവിത നമ്മുടെ ജീവിതത്തെ നമുക്ക് ഏൽപ്പിക്കാം. हम अपने जीवन को सौंपें परमेश्वर. സ്തോത്രം. എന്തിനു വേണ്ടിയാ? किसी लिए सौंपें? കഷ്ടതകളുടെ നടുവിൽ നമ്മുടെ ജീവിതത്തെ ശരിയായിട്ടൊന്ന് കാണാൻ. अपने कष्टों के बीच में हम अपने स्वभाव को अच्छी तरह जानने के लिए. സ്തോത്രം. നമ്മെ തന്നെ വിലയിരുത്താൻ, हम अपने आप को मोल लगाने के लिए, പരിശോധിപ്പാൻ, हम परखने के लिए. സ്തോത്രം. ഈ പകൽ നമുക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. हम सुबह के समय में अपने आप को समर्पण करते हैं. സ്തോത്രം. നമ്മുടെ കർത്താവ് നമ്മെ ശുദ്ധീകരിപ്പാൻ ആഗ്രഹിക്കുന്നു. परमेश्वर चाहते हैं कि हम पवित्र हो जाएं. സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ അതിന് ദൈവം അനുവദിക്കുന്ന കഷ്ടതകൾക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. परमेश्वर हमारे जीवन में कष्टों को अनुभव करने के लिए देता है, उसके लिए धन्यवाद दें. സ്തോത്രം. നമ്മെ തന്നെ ഒന്ന് പരിശോധിച്ചുകൊണ്ട് പ്രാർത്ഥനയ്ക്കായിട്ട് അടുത്തു വരാം. हम परमेश्वर के हाथों में सौंप कर अपने आप को परमेश्वर के सामने लाते हैं ताकि हम प्रार्थना कर सकें. ഹല്ലേലൂയ. This is time for self examination. ये समय है खुद के जीवन को परखने का. Let's run to the cross of Christ. हम दौड़े उस सूली की ओर. Let's beg for pardon, forgiveness. हम प्रार्थना करें परमेश्वर से हमारे पापों को माफ करने के लिए. Let's beg for God's grace to overcome these things. परमेश्वर का अनुग्रह हमारे ऊपर होने के लिए हम परमेश्वर से प्रार्थना करें. അതായത് ദൈവം നമ്മുടെ ജീവിതത്തിൽ കഷ്ടത അനുഭവിക്കുമ്പോൾ കഷ്ടതയിൽ നിന്നുള്ള വിടുതലല്ല പ്രധാനം, നമ്മിൽ വസിക്കുന്ന പാപങ്ങളിൽ നിന്നുള്ള വിടുതലാണ് പ്രധാനം. हम जब कष्टों से गुजरते हैं परमेश्वर से ये ना प्रार्थना करें कि कष्टों से बचाए, बल्कि कष्टों के द्वारा हमारे जीवन में गुप्त पापों को प्रकट कर उसको छोड़ने की साहस परमेश्वर से पाएं. നമ്മെ തന്നെ സമർപ്പിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. हम अपने आप को समर्पण कर हम अब प्रार्थना करते हैं. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ.